الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وصحابه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, അർഹമുറാഹിമീനായ പടച്ചതമ്പുരാൻ നമ്മിൽ സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള ജീവിതത്തിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാനും അവസാനം ഈമാനോടെ മരിക്കാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റമദാനിനെ അള്ളാഹു നമ്മുടെ അനുകൂല സാക്ഷിയാക്കി മാറ്റുമാറാകട്ടെ. നമ്മുടെ നോമ്പും നമസ്കാരങ്ങളും ഇബാദത്തുകളും സക്കാത്തും സദക്കളൊക്കെ അള്ളാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു കടം വീട്ടാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്ത് ഈ പരിശുദ്ധ റമദാനിലും ദുരിതം അനുഭവിക്കുന്ന ഫലസ്തീനുകളടക്കമുള്ള മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിന്റെ വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ്. എല്ലാവരും ഇഅ്തികാഫ് നിയ്യത്തോടുകൂടി വളരെ നല്ല ആഗ്രഹത്തിൽ പള്ളിയിൽ കഴിഞ്ഞുകൂടുക. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. 1948 ലണ്ടനിൽ ജനിച്ച ഒരാളായിരുന്നു KT സ്റ്റീവൻസ്. പിന്നീട് അദ്ദേഹം പോപ്പ് സംഗീതത്തിന്റെ പിതാവായി ബ്രിട്ടനിലും ലോകത്തുടനീളം അറിയപ്പെട്ടു. പാട്ടുപാടി ധാരാളം സമ്പാദ്യം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. പ്രശസ്തിയും സമ്പത്തുമായി ഇങ്ങനെ അദ്ദേഹം കഴിഞ്ഞുകൂടുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് മാറാരോഗം പിടിപെട്ടത്. മാറാരോഗം പിടിപെട്ട അദ്ദേഹം ലണ്ടനിലെ ആശുപത്രിയിൽ ഇങ്ങനെ ചികിത്സയിൽ കഴിയുമ്പോൾ തന്റെ വേദനകൾക്ക് ശമനമില്ലാതെ വല്ലാതെ പ്രയാസപ്പെട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി ഒരു മുസ്ലിമായ മനുഷ്യൻ അവിടെ എത്തി. അദ്ദേഹത്തിന്റെ അടുക്കലിരുന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യാൻ ആരംഭിച്ചു. സൂറത്തുർ റഹ്മാൻ ഇങ്ങനെ ഓതാൻ തുടങ്ങിയതോടുകൂടി KT സ്റ്റീവൻസ് അതിന്റെ ആ മാസ്മരികതയിലേക്ക് ഇങ്ങനെ ആകർഷണനായി. ആ സുന്ദരമായ വചനങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു. അദ്ദേഹത്തിന്റെ വേദനയ്ക്ക് അതിലൂടെ ശമനം കിട്ടിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീടാണ് അദ്ദേഹം തന്റെ മുന്നിൽ പാരായണം ചെയ്യപ്പെട്ട വേദഗ്രന്ഥത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. അത് പരിശുദ്ധ ഖുർആനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്റെ സഹോദരൻ ഡേവിഡിനോട് തനിക്കതിന്റെ ഒരു പ്രതി എത്തിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ KT സ്റ്റീവൻസിന്റെ സഹോദരൻ ഡേവിഡ് അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആനിന്റെ ഒരു പരിഭാഷ എത്തിച്ചു കൊടുത്തു. ചുരുക്കത്തിൽ ആ വായന അദ്ദേഹത്തെ 1977 പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുന്നതിലേക്ക് എത്തിച്ചു. പിന്നീട് അദ്ദേഹം ലോകത്ത് ഒരു ഇസ്ലാമിക പ്രബോധകനായി അറിയപ്പെട്ടു. നീണ്ട താടിയും മുട്ടറക്കമുള്ള ജുബ്ബയും തലയിൽ വെള്ളത്തൊപ്പിയും വച്ച അദ്ദേഹം യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ വലിയ ഇസ്ലാമിക പ്രബോധകനായി ജീവിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, നീ എനിക്ക് തൗറാത്ത് എന്നൊരു വിശുദ്ധ ഗ്രന്ഥം നൽകിയിട്ടുണ്ട്. നീ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിക്ക് ഖുർആൻ എന്നൊരു ഗ്രന്ഥം കൊടുക്കാനിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എനിക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട്, എനിക്ക് തൗറാത്ത് വേണ്ട. നീ ആ മുഹമ്മദ് നബിക്ക് കൊടുക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ സൂറത്ത് എനിക്ക് തന്നാ മതി. ആയത്തിനി സൂറത്ത മിനൽ ഖുർആൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബിയോട് പറഞ്ഞ മറുപടി, ഇല്ല മൂസ, അത് ചോദിക്കരുത്.
നൂറൈനി ലാ ഉഅ്തിഹിമാ ഇല്ലാ ലി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ 2 പ്രകാശങ്ങൾ കാത്തുവച്ചിട്ടുണ്ട്, അത് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് കൊടുക്കാൻ വേണ്ടിയാണ്. ഇത് വേറെ ആർക്കും ഞാൻ കൊടുക്കൂല. നൂറു റമളാന വ നൂറുൽ ഖുർആൻ. ഒന്ന് റമളാനാകുന്ന പ്രകാശമാണ്, മറ്റൊന്ന് ഖുർആനാകുന്ന പ്രകാശമാണ്. അള്ളാഹുവിന്റെ കലീമായ മൂസാ നബി ചോദിച്ചിട്ട് ഒരു സൂറത്ത് പോലും കൊടുക്കാതെ അള്ളാഹു നമുക്ക് വേണ്ടി കാത്തുവച്ചൊരു കനിയാണ് പരിശുദ്ധമായ ഖുർആൻ ശരീഫ്. ആ ഖുർആനിനെ അള്ളാഹു അവതരിപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത മാസമാണ് വിശുദ്ധ റമളാൻ. അതാണ് റമളാനിന്റെ പ്രത്യേകത. അത് മാറ്റി നിർത്തിയാൽ റമളാനിന് മറ്റു മാസങ്ങളെ അപേക്ഷിച്ചൊരു പ്രത്യേകതയുമില്ല. ഖുർആൻ ഇറങ്ങിയതുകൊണ്ടാണ് റമളാനിന് പ്രത്യേകതയുണ്ടായത്. ഖുർആനിന്റെ വാർഷിക ആഘോഷമാണ് ഈ പരിശുദ്ധമായ റമളാനിൽ നമ്മൾ നടത്തുന്നത്. ഈ റമളാനിൽ നിന്നുകൊണ്ട് നമ്മൾ വിശുദ്ധ ഖുർആനിനെ കുറിച്ചൊന്ന് ആലോചിക്കണം. മാനവരാശിയുടെ സന്മാർഗത്തിന് വേണ്ടി അവതരിച്ചതാണ് ഈ ഖുർആൻ. ഖുർആൻ തുടങ്ങുന്നത് തന്നെ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകരും എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ഖുർആൻ അവസാനിക്കുന്നത് റബ്ബിന്നാസ്, മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അഥവാ മനുഷ്യനെ പ്രമേയമാക്കി അവതരിപ്പിച്ചതാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിന്റെ പ്രമേയം മനുഷ്യനാണ്. ഇത് എല്ലാ കാലത്തേക്കുമുള്ളതാണ്, എല്ലാ ദേശത്തേക്കുമുള്ളതാണ്, എല്ലാ മനുഷ്യർക്കുമുള്ളതാണ്. ഈ ഖുർആൻ എല്ലാ അർത്ഥത്തിലും പരിപൂർണമാണ്. ഇങ്ങനെ ഒരു വേദഗ്രന്ഥം ലോകത്തില്ല, ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ഇതിലൊരു പരിഷ്കരണവും ആവശ്യമില്ല. ഏതൊരു പുസ്തകവും രചിക്കുമ്പോൾ ആ പുസ്തകത്തിന്റെ ആമുഖത്തിൽ രചയിതാവ് പറയാറുള്ളൊരു കാര്യമുണ്ട്: ഇതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം, എന്നെ അറിയിക്കണം. എന്നാൽ ഈ വിശുദ്ധ ഖുർആനിന്റെ ആമുഖത്തിൽ അങ്ങനെയല്ല പറഞ്ഞത്. ലാ റൈബ ഫീഹി, ഇതിൽ തെറ്റുകളില്ല എന്നാണ്. ലാ റൈബ ഫീഹി, ഇതിലൊരു തെറ്റുകളുമില്ല എന്ന് ഗ്രന്ഥകർത്താവ് ഉറപ്പിച്ചു പറഞ്ഞൊരു ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു കാലത്തും ഒരു ജനസമൂഹത്തിന് വേണ്ടി പരിശുദ്ധ ഖുർആൻ ഒരിക്കലും പരിഷ്കരിക്കേണ്ടി വരുന്നില്ല. പരിഷ്കരണത്തിന് ഒരു സാധ്യതയുമില്ലാത്ത ഗ്രന്ഥം. ഈ ഖുർആനിലെ ഒരേ ഒരു ആയത്താണ് ജൂത സമൂഹം ചോദിച്ചത്. നമുക്ക് ഈ ഖുർആൻ കിട്ടിയെന്നറിഞ്ഞിട്ട് അസൂയാലുക്കളായ ജൂത സമൂഹം ഒരായത്ത് ചോദിച്ചു. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട് ജൂതൻ, നിങ്ങളുടെ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ആയത്തെങ്ങാനും ഞങ്ങൾ ജൂത സമൂഹത്തിന് അവതരിച്ചിരുന്നെങ്കിൽ ആ അവതരിച്ച ദിവസം ഞങ്ങൾ പെരുന്നാളാക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു ആയത്ത് ഖുർആനിലുണ്ട്. ഏതാണ് ആയത്ത്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളിതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഞാൻ മതം പൂർത്തീകരിച്ചു എന്നിരിക്കുന്നു. ജൂത സമൂഹത്തോട് അള്ളാഹു നിങ്ങളുടെ മതം പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ജൂതന്റെ മതം പൂർണ്ണമായിട്ടില്ല. പക്ഷെ ഈ മതത്തെക്കുറിച്ച് പടച്ചോൻ പറഞ്ഞത് ഈ മതം നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നിരിക്കുകയാണ്. ഈ ആയത്തിനെ കുറിച്ചാണ് ജൂതൻ പറഞ്ഞത്, അത് ഞങ്ങൾക്കായിരുന്നെങ്കിൽ ഞങ്ങൾ പെരുന്നാളാക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഈ ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഞാനാണ് ഈ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചത്, ഞാൻ ഇതിന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പടച്ചതമ്പുരാൻ അത് ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആരാലും ഇത് മാറ്റപ്പെടാൻ കഴിയില്ല. ഇതിന്റെ ഉത്തരവാദിത്തം പടച്ചതമ്പുരാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അള്ളാഹു ഇതിനെ അന്ത്യനാൾ വരെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഈ പരിശുദ്ധ ഖുർആൻ ഇതിന്റെ വിമർശകരോട് എക്കാലത്തും പറയുന്നൊരു കാര്യമുണ്ട്. ഖുർആൻ സത്യത്തിൽ വിമർശകർക്ക് വടി കൊടുക്കുകയാണ്. വടി കൊടുത്ത് അടി വാങ്ങുക എന്ന് പറയുന്നുണ്ടല്ലോ. ഖുർആൻ ഒരു വടി കൊടുക്കുന്നുണ്ട്. ഖുർആനിനെ തന്നെ അടിക്കാം, നിങ്ങൾക്ക് അടിക്കാനുള്ള ആവതുണ്ടെങ്കിൽ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. വിമർശകരെ, നിങ്ങൾ ഈ ഖുർആനിനെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്ക്. ഈ ഖുർആനിൽ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോവാ. ഇപ്പോഴും ഇത് നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഖുർആനിൽ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ കാണിക്കാൻ കഴിയുമെങ്കിൽ കൊണ്ടുവരും. അള്ളാഹു വെല്ലുവിളിക്കുകയാണ്, അള്ളാഹു ചോദിക്കുക.
കൂടാതെ ഖുർആൻ നടത്തിയ ആ വെല്ലുവിളികൾ ഇന്നും ഖുർആനിലുണ്ട്. സൂറത്ത് അൽ ബഖറയുടെ 23-24 ആയത്തുകൾ. നിങ്ങൾ ഈ ഗ്രന്ഥത്തിൽ സംശയാലുക്കളാണെങ്കിൽ നിങ്ങൾ ഇതിന് തത്തുല്യമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരിക, ഒരു 10 സൂറത്ത് കൊണ്ടുവരിക. അവസാനം പറഞ്ഞില്ലേ, ഒരു സൂറത്തെങ്കിലും കൊണ്ടുപോവാ. ഇത് പടച്ചതമ്പുരാന്റേതല്ല എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ, നിങ്ങൾക്കിതിന് കഴിയുമെങ്കിൽ, ഇതിലുള്ള 114 അധ്യായങ്ങളുണ്ട്. അതിൽ ഏറ്റവും ചെറിയൊരു അധ്യായമുണ്ട്, ഇന്ന അഅ്തൈനാക്കൽ കൗസർ. ഒരു വരി പോലും, ഒരു വരി തികയുന്നൊരായത്ത്, ഒരു സൂറത്ത്. അതിന് തത്തുല്യമായ ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരും. ഇത് ഖുർആനിന്റെ വെല്ലുവിളിയാണ്. ഇന്നും ഈ ഖുർആനിൽ ഈ വെല്ലുവിളിയുണ്ട്. ആരെയാണ് ഖുർആൻ വെല്ലുവിളിക്കുന്നത്? ലോകത്തുള്ള മുഴുവൻ മതങ്ങളോടുള്ള വെല്ലുവിളിയാണ്, മുഴുവൻ മതസമൂഹങ്ങളോടുള്ള വെല്ലുവിളിയാണ്, മുഴുവൻ രാഷ്ട്രീയേതര പ്രസ്ഥാനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, എല്ലാ സാഹിത്യകാരന്മാരോടുള്ള വെല്ലുവിളിയാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകാം. സത്യത്തിൽ ഈ വെല്ലുവിളി ആരെങ്കിലും ലോകത്തെ ഏറ്റെടുത്താൽ മതി, ഖുർആൻ അവസാനിക്കും, ഈ മതം ഇവിടെ അവസാനിക്കും. ഏറ്റെടുക്കാം, ആർക്കും ഏറ്റെടുക്കാം. അന്ന് ഈ മതം അവസാനിക്കും. പക്ഷെ ഇന്ന് വരെ അത് ചങ്കൂറ്റത്തോടെ ഏറ്റെടുക്കാൻ ഒരു ആൺകുട്ടി പിറന്നിട്ടില്ല, പിറക്കാനും പോകുന്നില്ല. പലരും ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. അത് അറബിയിൽ തന്നെ വേണമെന്നില്ല, ഏതു ഭാഷയിലും നിങ്ങൾ കൊണ്ടുവരും. ഖുർആനിന്റെ ഒരു അധ്യായത്തിൽ തത്തുല്യമായ ഒരു അധ്യായം ഏതു ഭാഷയിലും നിങ്ങൾ കൊണ്ടുവരും. പടച്ചമ്പുരാന്റെ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഇന്നും ഖുർആനിലുണ്ട്. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയുന്നില്ല, ഏറ്റെടുക്കാനായിട്ട് കഴിയുകയുമില്ല. അത്തരത്തിലുള്ള ഒരു ഗ്രന്ഥം പടച്ചതമ്പുരാൻ നമുക്ക് നൽകി. സത്യത്തിൽ ഖുർആൻ നമുക്ക് നൽകിയത് തന്നെ നമുക്ക് ധാർമ്മികമായി ജീവിക്കാൻ പ്രവാചകൻ ഉണ്ടായാൽ മതി, ഒരു ഖുർആൻ വേണമെന്നില്ല. ഹദീസുകൾ മതി, ഹദീസുകൾ വഹിയാണ്. പ്രവാചകന് വഹി കിട്ടുന്ന ഹദീസുകൾ തന്നെ ധാരാളമാണ്. പിന്നെ എന്തിനീ ഖുർആൻ അവതരിപ്പിച്ചു? ഈ ഖുർആൻ ലോകാവസാനം വരെ മനുഷ്യരുടെ മുന്നിൽ ഒരു വെല്ലുവിളിയാകാൻ വേണ്ടിയാണ് ഖുർആൻ അവതരിപ്പിച്ചത്. ഖുർആനിന്റെ വിമർശകർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയരുത്. അവർക്ക് മറുപടി പറയാൻ കഴിയാത്തൊരു ചോദ്യമാണ് വിശുദ്ധ ഖുർആൻ ലോകാവസാനം വരെ അവരോട് ചോദിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, ഒരു പ്രഖ്യാപനം കൂടിയുണ്ട് പടച്ചോന്റെ. ഇപ്പൊ നാസ്തികർ ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്, ഞങ്ങൾ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് ഞങ്ങൾ ഖുർആനിലെ ഒരു അധ്യായത്തിന് പകരം ഒരു അധ്യായം കൊണ്ടുവന്നാൽ നിങ്ങളുടെ പടച്ചോൻ ഇത് ചെക്ക് ചെയ്യുന്ന, പടച്ചോൻ പരിശോധിക്കാൻ വരുമെന്ന് ചോദിക്കും. പടച്ചോൻ അതിന് മറുപടി പറയുന്നുണ്ട്, ഞാൻ പരിശോധിക്കാൻ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ ആ കൊണ്ടുവരുന്ന അധ്യായം ഉണ്ടല്ലോ, നിങ്ങളിൽപ്പെട്ട 4 പേരൊന്ന് പരിശോധിച്ചു നോക്ക്. നിങ്ങളിൽപ്പെട്ട ഒരു 4 പേര് പരിശോധിച്ചു കൊള്ളാമെന്ന് പറ. അതിനുപോലും കഴിയില്ല, പിന്നെയല്ല ഞാൻ പരിശോധിക്കുന്നത് എന്നാണ് പടച്ചതമ്പുരാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് അമൂല്യമായ ഈ ഒരു ഗ്രന്ഥം പടച്ചതമ്പുരാൻ നമുക്ക് നൽകി. ഇപ്പൊ ജബ്ബാർ മാഷ് പറയുന്നത്, ഞാൻ SSLCക്ക് അറബിയിൽ 50 മാർക്ക് മേടിച്ചയാൾ, അതുകൊണ്ട് എനിക്ക് അറബി ഭാഷ നന്നായിട്ട് അറിയാമെന്നാണ് ജബ്ബാർ മാഷ് പറയുന്നത്. SSLCക്ക് അറബിക്ക് 50 മാർക്ക് മേടിച്ച പോരാ മാഷെ, നിങ്ങളെക്കാൾ വലിയ നിപുണന്മാരായ ആളുകൾ ഈ ഖുർആനിനെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ക്രൈസ്തവ ലോബി, ഇസ്ലാമിൽ ഈ വിഷയത്തിൽ ഏറ്റവും ശ്രമം നടത്തുന്ന ആളുകൾ ഇന്നും അന്നും ക്രൈസ്തവ ലോബിയാണ്. അവർ അതിനുവേണ്ടി ധാരാളം ഫണ്ടിങ് നടത്തുന്നുണ്ട്, ധാരാളം സമയം ചെലവഴിക്കുന്നുണ്ട്. പക്ഷെ ഇന്നേ വരെ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഒരു ക്രൈസ്തവ പുരോഹിതനും സാധിച്ചിട്ടില്ല. സാധിച്ചാൽ ഈ മതം അവിടെ അവസാനിക്കും. ഇപ്പോ കേരള സ്റ്റോറി ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. കേരള സ്റ്റോറിയുടെ പ്രദർശനം നടക്കേണ്ട ദിവസം ഇന്ന് ഹൈക്കോടതി സ്റ്റേ ചെയ്തുകൊണ്ട് നടക്കുന്നില്ല. എന്താ കേരള സ്റ്റോറിയുടെ ഉദ്ദേശം? കേരള സ്റ്റോറി പഠിപ്പിക്കുന്ന എന്താണ്? ഹിന്ദുവായ പെൺകുട്ടിയുടെ വായിലേക്ക് നിർബന്ധിച്ച് ബീഫ് ഇറക്കി കൊടുക്കുന്ന മുസ്ലിം. ഇങ്ങനെ ഒരു ഇസ്ലാമോഫോബിയ കേരളത്തിൽ വളർത്തിയെടുക്കാൻ വേണ്ടി, ഒരു ഇസ്ലാമിക വിരോധം വളർത്തിയെടുക്കാൻ വേണ്ടിയാണല്ലോ കേരള സ്റ്റോറി സിനിമ കൊണ്ടുവരുന്നത്. നിങ്ങൾ ഇതിനൊന്നും നിൽക്കണ്ട, കോടികൾ മുടക്കി ഒരു സിനിമയൊന്നും ഇറക്കണ്ട, നിങ്ങൾ ഈ ഖുർആനിന്റെ വെല്ലുവിളിനെ ഏറ്റെടുത്താൽ മതി. അന്ന് ഈ മതം കേരളത്തിലും അവസാനിക്കും, ലോകത്ത് മുഴുവൻ അവസാനിക്കും. അതിന് ആണത്തമുള്ള ആൺകുട്ടികളുണ്ടോ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, പടച്ചതമ്പുരാൻ ഇങ്ങനെ ഒരു ഗ്രന്ഥം, അള്ളാഹു അവന്റെ ഒരു ഗ്രന്ഥം നമുക്ക് ഇറക്കി തന്നു. ആ ഗ്രന്ഥം എത്ര പേരെയാണ് വഴി നടത്തിയത്? എന്തുകൊണ്ട് നമ്മളെ വഴി നടത്തുന്നില്ല? കാട്ടാളനായ ഉമറിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് ഈ ഗ്രന്ഥമല്ലേ? ഉമർ സത്യത്തിൽ പ്രവാചകനെ കൊല്ലാൻ വേണ്ടിയല്ലേ വാളുമായി വന്നത്? ആ ഉമറിനെ മാറ്റിയത് ഈ വിശുദ്ധ ഖുർആനല്ലേ? എന്ത് നമ്മളെ മാറ്റുന്നില്ല? കാഷ്യസ്കളെ എന്ന് പറയുന്ന അമേരിക്കയിലെ ഓട്ടക്കാരനെ മാറ്റിയെടുത്ത് മുഹമ്മദ് അലി കളിയാക്കിയത് ഈ ഖുർആനല്ലേ? മോറിസ് ബുക്കായിക്ക് ദർശനം നൽകിയത് ഈ ഖുർആനല്ലേ?
പൂജാലാമ എന്ന് പറയുന്ന നേപ്പാളി നടി കാഠ്മണ്ഡുവിൽ നിന്നും ഖത്തറിലേക്ക് പോയത് ഒരു സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടിയായിരുന്നു. പക്ഷെ വിമാനത്തിൽ വെച്ച് മുനീർ അഹമ്മദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടു. തൊട്ടടുത്തിരിക്കുന്ന മുനീർ അഹമ്മദ് പൂജാലാമ എന്ന് പറയുന്ന കാഠ്മണ്ഡി നേപ്പാളി നടിയോട് ഖുർആനിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അവർ ആ സിനിമ ഷൂട്ട് ചെയ്തില്ല. തിരിച്ച് കാഠ്മണ്ഡുവിലേക്ക് പോയി പത്രക്കാരെ വിളിച്ച് മഫ്തയിട്ടിട്ട് അംന ഫാറൂഖി എന്ന പേര് സ്വീകരിച്ചു, പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു. ഒരു വിമാനയാത്രയിലെ ഏതാനും നിമിഷങ്ങളാണ് പൂജാലാമ എന്ന നടിയെ അംന ഫാറൂഖിയാക്കി മാറ്റിയത്. അതിന് വിശുദ്ധ ഖുർആനിന് കഴിയും. മർമഡു പിക്ടാൾ എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരനെ അദ്ദേഹത്തെ മുസ്ലിമാക്കി മാറ്റിയത്. അദ്ദേഹം പരിശുദ്ധ ഖുർആനിന്റെ ലോക ചരിത്രത്തിൽ ആദ്യത്തെ ഇംഗ്ലീഷ് പരിഭാഷ എഴുതുന്ന മനുഷ്യനാക്കി മാറ്റിയത്, മുഹമ്മദ് മർമഡു പിക്ടാളാക്കി മാറ്റിയത് ഈ വിശുദ്ധ ഖുർആനാണ്. എത്ര പേരെയാണ് ഈ ഖുർആൻ പരിവർത്തിപ്പിച്ചത്? എന്തേ നമ്മളെ ഈ ഖുർആൻ പരിവർത്തിപ്പിക്കുന്നില്ല? ഈ ഖുർആൻ കയ്യിൽ കിട്ടിയ നമ്മൾ, ഈ ഖുർആൻ വീടുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന നമ്മൾ, ഈ ഖുർആനിനെ പള്ളികളിൽ അടക്കി വച്ചിരിക്കുന്ന നമ്മൾ, ഈ വിശുദ്ധ റമദാനിൽ പോലും എന്തുകൊണ്ടാണ് ഈ ഖുർആൻ നമ്മെ സ്വാധീനിക്കാത്തത്? PG എന്ന ചുരുക്കപ്പേരിൽ വിളിക്കപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ പി ഗോവിന്ദപിള്ള അദ്ദേഹം പോലും ഒരിക്കൽ പറഞ്ഞല്ലോ, എനിക്കൊരു മതത്തിലും വിശ്വാസമില്ല, എനിക്കൊരു മതഗ്രന്ഥത്തിലും വിശ്വാസമില്ല. പക്ഷേ ഈ രാജ്യത്ത് ജീവിക്കാൻ ഒരു മതഗ്രന്ഥം മുറുകെ പിടിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്നത് ബൈബിളായിരിക്കില്ല, ഞാൻ മഹാഭാരതമായിരിക്കില്ല, ഞാൻ ഈ വിശുദ്ധ ഖുർആൻ കയ്യിലെടുക്കും. ഇത് കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായ PG യെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പഠനമാണ്, അദ്ദേഹത്തിന്റെ വായനയാണ്. അതുകൊണ്ട് ഇത് പഠിക്കാനും വായിക്കാനും തയ്യാറാണെങ്കിൽ ഇത് നമ്മളെ പരിവർത്തിപ്പിക്കും, ഇത് നമ്മളിൽ വല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാക്കും. പക്ഷെ നമ്മൾ ഇന്നെവിടെ എന്നുള്ളിടത്താണ് നമ്മുടെ വിഷയം. ഈ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഈ ഖുർആൻ നമ്മുടെ നെഞ്ചിലുണ്ടെങ്കിൽ നമ്മുടെ ഒരു രോമത്ത് തൊടാൻ ശത്രുവിന് കഴിയില്ല. അത് ചരിത്രം ഇന്നലകൾ സാക്ഷിയാണ്, ഇന്നലകൾ അതിന് സാക്ഷിയാണ്. ഹജ്ജാജിന്റെ പട്ടാളം അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു ഹസനുൽ ബസ്രി. ഹസനുൽ ബസ്രി എന്ന് പറയുന്ന സയ്യിദു താബിഈൻ, മഹാനവറുകളെ ഹജ്ജാജ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരിയുടെ പട്ടാളം അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു. അദ്ദേഹം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. 6 പ്രാവശ്യം വന്നു. അദ്ദേഹം വീടിലിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പട്ടാളത്തിന് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. തൊട്ടു മുന്നിലുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നീ വൈദാ ഖറഅത്തൽ ഖുർആന ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുമിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറ. നിങ്ങളിൽ ഖുർആൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശത്രുവിന്റെ ഇടയിൽ ഞാൻ മറയിടും, നിങ്ങളുടെ ശത്രുവിന് നിങ്ങളെ കാണാൻ കഴിയില്ല. ഖുർആൻ നെഞ്ചിലേറ്റിയ ഒരു മനുഷ്യനെ തൊടാൻ ശത്രുവിനെ കഴിയില്ല. പക്ഷെ ഇന്നെന്താ സംഭവിച്ചത്? പ്രാദേശികമാകട്ടെ, ദേശീയമാകട്ടെ, അന്തർദേശീയമാകട്ടെ, മുസ്ലിം പ്രശ്നങ്ങളുടെ പിന്നിൽ, മുസ്ലിമീങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ പിന്നിൽ നമ്മൾ ഈ ഖുർആനിനെ കൈവെടിഞ്ഞു എന്നുള്ളതാണ്. എവിടെയും അത് തന്നെയാണ്. ദേശീയ പ്രശ്നങ്ങളാകട്ടെ, അന്തർദേശീയ പ്രശ്നങ്ങളാകട്ടെ, അത് തന്നെയാണ് കാരണം. അതുകൊണ്ടാണ് അബുൽ ഹസൻ അലി നദവി സാഹിബ്, അദ്ദേഹം ലോകം കണ്ട മഹാപണ്ഡിതനാണ്. 2 പ്രാവശ്യം കിങ് ഫൈസൽ അവാർഡ് നേടിയ മനുഷ്യൻ. 950 അദ്ദേഹം ഹജ്ജിന് വേണ്ടി ചെല്ലുമ്പോ പരിശുദ്ധ കഅബയുടെ ചാരത്തിരിക്കുമ്പോ ജുമാ നടക്കുകയാണ്. അന്ന് ഖത്തീബ് ഖുത്ബയിൽ നദവി സാഹിബിന്റെ കിതാബിൽ നിന്നുള്ള ഉദ്ധരണികൾ ഖുത്ബ ഓതുകയാണ്. നദവി സാഹിബ് കരഞ്ഞുപോയിന്ന, പരിശുദ്ധ ഹറമിൽ എന്റെ കിതാബ് ഖുത്ബയായിട്ട് ഓതുന്നു. അദ്ദേഹം വന്നു എന്നറിഞ്ഞ് പരിശുദ്ധ കഅബയുടെ താക്കോല് നദവി സാഹിബിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, 2 ദിവസം നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ ഈ താക്കോല്, നിങ്ങൾ അത്ര വലിയ മഹാനാണ്. ഈ മഹാനാണ് കിങ് ഫൈസൽ അവാർഡ് വാങ്ങാൻ വേണ്ടി ദുബൈയിൽ ചെന്നപ്പോ അദ്ദേഹത്തിന് 1 ലക്ഷം റിയാലും പരിശുദ്ധ ഖുർആനിന്റെ 1 ലക്ഷം റിയാല് നദവി സാഹിബിന്റെ കയ്യിലേക്ക് കൊടുത്തു പാരിതോഷികമായിട്ട്. കിങ് ഫൈസൽ അവാർഡ് സർട്ടിഫിക്കറ്റും കൊടുത്തു. നദവി സാഹിബ് തിരിച്ചു കൊടുത്തത് ഒരു പഴയ ഖുർആനാണ്. UAE ഭരണകൂടത്തിന് ഒരു പഴയ ഖുർആൻ തിരിച്ചു കൊടുത്തിട്ട് അദ്ദേഹം പ്രഭാഷണത്തിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അറബ് സമൂഹമേ, നിങ്ങൾ എന്നെ 1 ലക്ഷം റിയാല് തന്ന് കിങ് ഫൈസൽ അവാർഡ് തന്ന് ആദരിച്ചു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തന്നൊരു പഴയ ഖുർആൻ ഉണ്ടല്ലോ, ഈ ഖുർആൻ മുറുകെ പിടിച്ച് നിങ്ങൾ ജീവിക്കണം. നിങ്ങൾക്ക് ഇതിനോട് കൂടുതൽ ബാധ്യതയുണ്ട്. നിങ്ങളുടെ ഭാഷയിലാണ് ഈ ഖുർആൻ ഇറങ്ങിയത്, നിങ്ങളുടെ നാട്ടിലാണ് ഈ ഖുർആൻ ഇറങ്ങിയത്. ഇന്നെന്താ സംഭവിച്ചത്? ഇന്ന് അറബ് സമൂഹം ഇസ്രായേലിന്റെ അടിമകളായി മാറുന്നതിന്റെ പിന്നിൽ എന്താണ്? ഇപ്പൊ ജെഫ്രി എഫ്സ്റ്റീന്റെ ഫയലുകൾ വന്നല്ലോ. ആ ഫയലിൽ പേര് വെളിപ്പെടുത്തപ്പെട്ട മഹാന്മാരുണ്ടല്ലോ, അറബ് ഭരണകൂടത്തിന്റെ നേതാക്കന്മാർ, നമ്മുടെ രാജ്യത്തും ചില നേതാക്കന്മാർ. എഫ്സ്റ്റീന്റെ ദ്വീപിൽ, രഹസ്യ ദ്വീപിൽ കൊണ്ടുപോയി എട്ടും പൊട്ടും തിരിയാത്ത പെൺകുട്ടികളെ
കാമവൃത്തിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും അവസാനം ഗ്രില്ലിലിട്ട് ചുട്ടു തിന്ന മനുഷ്യന്മാർ, ഈ ക്രൂര ഭരണാധികാരികൾ. ഇവർ ഖുർആനിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ചപ്പോൾ ഇവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു തിരിച്ചടിയാണ്. അതിന് അള്ളാഹു നിയോഗിച്ചതാണ് ഇസ്രായേലിനെ. അവിടെയാണ് ഷിയ വിശ്വാസമാണെങ്കിലും എണീറ്റ് നിൽക്കാൻ കഴിവുള്ള ഒരു ആൺകുട്ടി ഇറാനിലുണ്ടായി, കാംനയി. അപ്പോൾ അമേരിക്ക ഞെട്ടുന്നുണ്ട്, അമേരിക്കക്ക് ഭയമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഈ ആദർശത്തെ നെഞ്ചിലേറ്റുക. നാം ഒരു ആദർശ സമൂഹമാണ്. ആദർശം കൈവെടിഞ്ഞാൽ നമ്മൾ ഒന്നുമല്ല. ഈ ആദർശം നമ്മൾ നെഞ്ചിലേറ്റിയാൽ നമ്മളെ കൊണ്ട് വന്ദേ ഭാരതം പഠിപ്പിക്കാൻ കഴിയില്ല. ദേശീയ ഗാനവും കൂടെ ദേശീയ ഗീതവും പഠിപ്പിക്കാണല്ലോ ഗവൺമെന്റിന്റെ ശ്രമം. അത്തരത്തിലുള്ള ശിർക്കൻ വാചകങ്ങൾ ഞങ്ങളെ കൊണ്ട് പാടാൻ കഴിയില്ല എന്ന് പറയാനുള്ളൊരു തന്റെ ഇടവും അത്തരത്തിലുള്ള ഒരു ആദർശവും നമ്മളിൽ ഉണ്ടാകണം. ജഅഫർ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ അബ്സീനയിലേക്ക് പ്രവാചകൻ സഹാബത്തിനെ പറഞ്ഞുവിട്ട് 70 പേരെ. മക്കയിൽ നിക്കക്കളിയില്ല. നജാഷിയാണ് അബ്സീനയെ ഭരിക്കുന്നത്. നജാഷിയുടെ അടുക്കലേക്ക് പറഞ്ഞുവിട്ട് 70 പേരെ. ജഅഫർ റളിയല്ലാഹുവിനോട് നേതാവ്. നജാഷിയെ കണ്ടു. നജാഷി ഒരു മാന്യനായ ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ നാട്ടിൽ ജീവിക്കാം, പ്രശ്നമില്ല, നിങ്ങൾ അവിടെ ജീവിച്ചോളൂ. പക്ഷെ പുറകെ ഖുറൈശികൾ അംർ ഇബ്നുൽ ആസിന്റെ നേതൃത്വത്തിൽ വേറെ കുറെ ആളുകളെ വിട്ടു, ഇവരെ പുറത്താക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട്. പാരിതോഷികവുമായിട്ടാണ് വന്നിരിക്കുന്നത് രാജാവിന്. അവരുടെ ലക്ഷ്യം കുത്തിത്തിരിപ്പാണ്. ഈ സഹാബത്തിനെ അബ്സീനയിൽ നിന്ന് പുറത്താക്കണം. ഇവര് നജാഷിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, രാജാവേ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്, ഞങ്ങൾ പുറത്താക്കിയവരാണ് അവർ. ഞങ്ങൾ പുറത്താക്കാൻ കാരണം ഒന്നവർ ധിക്കാരികളാണ്, അവരാരെയും വകവയ്ക്കൂല. 2, നിങ്ങളുടെ ദൈവമായ യേശുദേവനെ കുറിച്ച് അവർ പറയുന്നത് അടിമ എന്നാണ്. ഇത് പറയുന്ന സമയത്ത് നജാഷിയുടെ സദസ്സിൽ ക്രൈസ്തവ പുരോഹിതന്മാരുണ്ട്. അവർ പറഞ്ഞു, അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവർക്കൂടെ അഭയം കൊടുക്കാൻ പാടില്ല. പക്ഷെ നജാഷി മാന്യനാണ്, അദ്ദേഹം ഇവരെ വിളിപ്പിച്ചു. ജഅഫർ റളിയല്ലാഹു അൻഹു സഹാബത്തിനോട് പറഞ്ഞു, രാജാവ് തിരിച്ചു വിളിക്കുന്നുണ്ട്, നമുക്ക് പോകാം, തിരിച്ചു പോകാം, പോയി നോക്കാം. പക്ഷെ നിങ്ങളാരും സംസാരിക്കരുത്, രാജാവ് എന്ത് ചോദിച്ചാലും ഞാൻ മറുപടി പറഞ്ഞോളാം. അങ്ങനെ അവർ കൊട്ടാരത്തിലേക്ക് കയറുമ്പോൾ അന്നത്തെ അബ്സീനിയൻ ഗവൺമെന്റിന്റെ ഭരണകൂടത്തിന്റെ മുന്നിലേക്ക് ഒരാൾ ചെല്ലണമെങ്കിൽ തലകുനിച്ചേ പോകാൻ പാടുള്ളൂ. അത് അവിടുത്തെ രാജ സമ്പ്രദായമാണ്. പക്ഷെ ജഅഫർ റളിയല്ലാഹു അൻഹു നേതൃത്വത്തിലുള്ള 70 പേരും തലകുനിക്കാതെ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കയറി. ക്രൈസ്തവ പുരോഹിതന്മാരെ പൊട്ടിത്തെറിച്ചു. എന്താണ് ഇവർ കാണിക്കുന്നത്? എല്ലാവരും തലകുനിച്ചു കയറേണ്ട രാജാവിന്റെ മുന്നിലേക്ക് തലകുനിക്കാതെ കയറുകയോ? പക്ഷേ നജാഷി അവരെ വിളിച്ച് സംസാരിച്ചു. നിങ്ങൾ എന്താണ് രാജകൊട്ടാരത്തിൽ തലകുനിക്കാതെ കയറിയത്? ജഅഫർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത്, ഞങ്ങൾക്കൊരു നേതാവുണ്ട്, ഞങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് പടച്ചവനല്ലാത്ത ഒരാളുടെ മുന്നിൽ തലകുനിക്കരുതെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അതൊരു മഹാരാജാവ്, നിങ്ങളോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്, പക്ഷെ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ തലകുനിക്കില്ല. അഭയം കൊടുത്ത രാജ്യത്തിന്റെ രാജാവിന്റെ മുന്നിലാണ് ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞങ്ങൾ ആരുടെ മുന്നിലും തലകുനിക്കൂല, റബ്ബിന്റെ മുന്നിലല്ലാതെ. അപ്പോൾ രാജാവ് ചോദിച്ചു, യേശുവിനെ കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നത്? ഞങ്ങൾ ദൈവമാണെന്നാണ് വിശ്വസിക്കുന്നത്, നിങ്ങൾ എന്തു പറയുന്നു? ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നത് അബ്ദുല്ലാഹി വ റസൂലു, അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ റസൂലാണ്. അതിലുപരി ഒരു ദൈവമാണെന്ന വിശ്വാസം ഞങ്ങൾക്കില്ല. ഇത് കേട്ടപ്പോൾ നജാഷി രാജാവ് തന്റെ മുന്നിലിരിക്കുന്ന പീഠത്തിലേക്ക് 3 പ്രാവശ്യം വലിച്ചടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാക്കദർ റിജാൽ, ഇവരാണ് ആണുങ്ങൾ, ഇവരാണ് ആൺകുട്ടികൾ. എന്റെ മുന്നിൽ എന്നെ കണ്ട് ഭയപ്പെട്ട് തലകുനിച്ചവരല്ല ആൺകുട്ടികൾ. എന്റെ മുന്നിൽ സത്യം തുറന്നു പറയാൻ ധീരത കാണിച്ച ഇവരാണ് ആൺകുട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മുന്നിലിരിക്കുന്ന പ്രസംഗപീഠത്തിലേക്ക് 3 പ്രാവശ്യം നജാഷി വലിച്ചടിക്കുന്നുണ്ട്. എന്തേ? അത് പറയാനുള്ളൊരു ധൈര്യം ഖുർആൻ നെഞ്ചിലേറ്റിയ ജഅഫർ ഇബ്നു അബീ താലിബിന് ഉണ്ടായത്. പീഠത്തിലേക്ക് 3 പ്രാവശ്യം വലിച്ചടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാക്കദർ റിജാൽ, ഇവരാണ് ആണുങ്ങൾ, ഇവരാണ് ആൺകുട്ടികൾ. എന്റെ മുന്നിൽ എന്നെ കണ്ട് ഭയപ്പെട്ട് തലകുനിച്ചവരല്ല ആൺകുട്ടികൾ. എന്റെ മുന്നിൽ സത്യം തുറന്നു പറയാൻ ധീരത കാണിച്ച ഇവരാണ് ആൺകുട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മുന്നിലിരിക്കുന്ന പ്രസംഗപീഠത്തിലേക്ക് 3 പ്രാവശ്യം നജാഷി വലിച്ചടിക്കുന്നുണ്ട്. എന്തേ? അത് പറയാനുള്ളൊരു ധൈര്യം ഖുർആൻ നെഞ്ചിലേറ്റിയ ജഅഫർ ഇബ്നു അബീ താലിബിന് ഉണ്ടായതുകൊണ്ടാണ് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി പോലും അവരെ അംഗീകരിച്ചു. നമ്മളിന്നതൊക്കെ കളഞ്ഞു കുളിച്ചു, നമ്മൾ ആദർശം കളഞ്ഞു കുളിച്ചു. നമ്മൾ തന്നെ ആദർശം വേണ്ടാമെന്ന് തീരുമാനിച്ചപ്പോൾ നമ്മുടെ ആദർശം ഇല്ലാതാക്കാൻ വേണ്ടി സർക്കാരും നമ്മുടെ ശത്രുക്കളൊക്കെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ തന്റെ ഹജ്ജത്തുൽ വദായിൽ ചെയ്തൊരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, തറക്തു ഫീക്കും അംറൈൻ,
തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യങ്ങൾ തന്നിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ പോവുകയാണ്, പക്ഷെ ഞാൻ പോകുന്നത് വെറുതെയല്ല. നിങ്ങളുടെ കയ്യിൽ 2 കാര്യങ്ങൾ ഞാൻ ഏൽപ്പിക്കുന്നുണ്ട്. ലൻ തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ, അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിതെറ്റുകയേയില്ല. നിങ്ങളെ വഴിതെറ്റിക്കാൻ ആർക്കും കഴിയുകയുമില്ല. ഒന്ന് കിതാബുല്ലാ, പടച്ചോന്റെ കിതാബാണ്, ഖുർആനാണ്. സുന്നത്തു റസൂലിഹി, എന്റെ ചര്യയുമാണ്. നമ്മൾ ഇന്ന് ഇതിൽ നിന്ന് അകന്നുപോയപ്പോൾ നമ്മളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കാൻ, ശിർക്കിന്റെ ഗാനങ്ങൾ പാടിപ്പിക്കാൻ, നമ്മളെ അടിമകളാക്കാൻ, നമ്മളെ കീഴ്പ്പെടുത്താൻ ശത്രു സമൂഹം ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ റമദാൻ നമ്മളോട് പറയുന്നത് ഖുർആനിലേക്ക് തിരിച്ചു വരൂ, ഖുർആൻ കയ്യിലെടുക്കൂ, അത് നെഞ്ചിലേറ്റു എന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ നാളെ പറയുന്ന ഒരു പരാതി കൂടി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വഖാല റസൂല് നാളെ മഹ്ശറിൽ നിന്നുകൊണ്ട് പറയും, യാ റബ്ബ്, പടച്ചവനെ, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എന്റെ ഉമ്മത്തിന്റെ ഖുർആനിനെ വെടിഞ്ഞു കളഞ്ഞു, എന്റെ ഖുർആനിനെ കൈയൊഴിഞ്ഞു എന്റെ ഉമ്മത്തെന്ന് റസൂല് പരാതി പറയും നമ്മളെ കുറിച്ച്. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മളെ പെടുത്താതിരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ വാഹകരായി, അതിനെ നെഞ്ചിലേറ്റുന്നവരായി, അതനുസരിച്ച് ജീവിക്കുന്നവരായി അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ വിശുദ്ധ റമദാനിൽ ഖുർആനിനെ പഠിക്കാനും ഖുർആനിനെ പകർത്താനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.